ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മന്ത്രാസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല രുചിയും മണവും അതുപോലെ തന്നെ നാവിൽ വെള്ളമൂറുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഈ ഒരു മാങ്ങ അച്ചാർ കേടാകാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ കിടിലൻ രുചിയിലുള്ള ഈ ഒരു മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ 1 കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇപ്പം മാങ്ങയുടെ സീസണാണല്ലോ, എല്ലാവർക്കും മാങ്ങയൊക്കെ കിട്ടുന്ന ഒരു ടൈമാണ്. ആദ്യം തന്നെ മാങ്ങ നന്നായിട്ട് 2 വെള്ളത്തിൽ കഴുകി നമുക്ക് മാറ്റി വെക്കാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മാങ്ങയിൽ ഒട്ടും തന്നെ വെള്ളമയം പാടില്ല. അതിനായിട്ട് നല്ലൊരു തുണിയെടുത്ത് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്ത് ഓരോ മാങ്ങയും തുടച്ചെടുത്ത് മാറ്റി വെക്കണം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, തവി, സ്പൂണ് എല്ലാം നമ്മൾ ഒട്ടും വെള്ളമയമില്ലാതെ തന്നെ ഉണക്കിയെടുത്ത് വെക്കണം. നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ ഒട്ടും വെള്ളമയം കാണില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാങ്ങ അച്ചാർ ഏകദേശം 1 വർഷത്തോളം വരെ നമുക്ക് കേടാകാതെ സൂക്ഷിക്കാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാ മാങ്ങയും ഇതുപോലെ നമ്മൾ തുടച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെയല്ല, ഇത് കുറച്ച് വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ മാങ്ങ നമ്മൾ നല്ല വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഓരോ പീസാക്കിയതിന് ശേഷം 2ആയിട്ട് മുറിച്ച് ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എല്ലാ മാങ്ങയും ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കടുകും ഉലുവയും ഒന്ന് വറുത്തെടുക്കണം. ആദ്യം തന്നെ ഒരു 1/4 കപ്പ് ഉലുവയും 1/2 കപ്പ് കടുകും ഒന്ന് ചൂടാക്കിയെടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഒന്ന് ആറിയതിന് ശേഷം തരിയായിട്ട് പൊടിച്ചെടുത്ത് വെക്കാം. ഇതുപോലെ പൊടിച്ചെടുത്ത് വെക്കണം. ഒരുപാട് നൈസായിട്ട് പൊടിക്കേണ്ട, തരിപ്പോടെ പൊടിച്ച് വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു 10 വെളുത്തുള്ളി അരിഞ്ഞതും ഒരു 10-15 കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാന്താരി മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒരു 3 എണ്ണം വട്ടത്തിൽ അരിഞ്ഞിട്ടാലും മതി. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് സാദാ മുളക് പൊടിയും 1/2 കപ്പ് കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 കപ്പ് ഉപ്പും നമ്മൾ പൊടിച്ചു വെച്ച ഉലുവയും കടുകും കൂടെ ഇട്ടതിന് ശേഷം മാങ്ങയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച നല്ലെണ്ണയും വെളുത്തുള്ളിയും കാന്താരിമുളകും ഇട്ട് ചൂടാക്കിയ എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ലെണ്ണ തന്നെയാണ് ഈ മാങ്ങ അച്ചാറിന് ടേസ്റ്റ് കൂട്ടുന്നത്. അതുകൊണ്ട് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. 1 കപ്പ് നല്ലെണ്ണയാണ് ചൂടാക്കി ഒഴിക്കുന്നത്. ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ നമ്മൾ ഒട്ടും വിനാഗിരി ചേർക്കുന്നില്ല. ആന്ധ്രാക്കാരുടെ സ്പെഷ്യൽ അച്ചാറാണ് ഈ ഒരു മാങ്ങ അച്ചാർ. ആറിയതിന് ശേഷം ഭരണിയിലോ ഇതുപോലെ ചില്ലുകുപ്പിയിലോ ഇട്ട് നമുക്ക് എയർ ടൈറ്റായിട്ട് അടച്ചു വെക്കാം. ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ രുചികരമായ ഈ മാങ്ങ അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.